അറിയാം. അയൺ ഹാർട്ടിനെ പറ്റി പറയുന്നതിനെക്കാട്ടിയും വേറൊരു കാര്യം പറയാനുണ്ടെന്നറിയാം. പറ്റിപ്പോയി. ഷേപ്പ് ചെയ്യാൻ കയറി കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ ഇങ്ങനെ നടക്കാം പഴയതോരാവുന്ന വരെ. കൊള്ളാവോ? കമൻറ്റ് ചെയ്യും. അയൺ ഹാർട്ട് ഞാൻ കണ്ടു. കൊള്ളാം. ഞാൻ വിചാരിച്ചതിനെക്കാട്ടി കൊള്ളാം. ഷീ ഹൾക്കിനെ പോലെ വെറുപ്പിച്ചില്ല. ഒരു കാര്യമില്ലാത്ത കഥയൊന്നും പറയാൻ പറ്റത്തില്ല. ബ്ലാക്ക് പാന്തർ 2-ൻ്റെ അകത്ത് കാണിക്കുന്നതിൻ്റെ കാട്ടിൽ നല്ലോണം ക്യാരക്ടർ ഡെപ്തും അതേപോലെ കുറച്ചും കൂടെ ഒരു ഇമോഷണൽ ബോണ്ടിങ്ങും ഓഡിയൻസായിട്ട് പറ്റുന്ന രീതിയിലാണ് കഥ ചെയ്തത്. കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് ഈ ഇൻസ്പയർഡ് ബൈ ക്യാരക്ടേഴ്സിനെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കുന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. ടോണി സ്റ്റാർക്കിനെ കളിയാക്കുന്നു. ടോണി സ്റ്റാർക്കിൻ്റെ പൈസ ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. എനിക്ക് പൈസ ഇല്ല, അപ്പോൾ എനിക്ക് പൈസ ആവശ്യമുണ്ട്. ഇതാണ് മെയിനായിട്ടുള്ള ആദ്യത്തെ മോട്ടീവ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും. എന്നിട്ട് പിന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ വരുന്നു, കൂടുതൽ സീരിയസ് ആവുന്നു. ലാസ്റ്റ് ഒരു ക്ലിഫ് ഹാങ്ങറിൽ കൊണ്ട് നിർത്തുന്നു. ക്ലിഫ് ഹാങ്ങർ അല്ല, പക്ഷെ ഒരു ഡിഫറെൻറ്റ് ഡയറക്ഷൻ. ഹീറോയിസം അല്ല. സ്പോയിലേഴ്സ് ഇല്ലാതെ പറയാനാണെങ്കിൽ എൻഡിങ് വാസ് എക്സൈറ്റിംഗ്. കൊള്ളാം. കുറേ നാളായിട്ട് വരും എന്ന് പറഞ്ഞു വന്നു. ലുക്കിംഗ് ഫോർവേഡ് ടു ഫ്യൂച്ചർ. ഇനി സ്പോയിലേഴ്സ് പറയണം, കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് എപ്പിസോഡ് ആൻഡ് അതെന്താ സംഭവിക്കാൻ പോകുന്നത്, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. സോ ഇനി സ്പോയിലേഴ്സ് പറയാൻ പോണേ. മെഫിസ്റ്റോ അടിപൊളി. സാഷ ആരാണ്ടാണ് അഭിനയിക്കുന്നത്? നമ്മുടെ ബൊറാത്ത് ആണ് അഭിനയിക്കുന്നത്. കൊള്ളാം. കുറേ നാളായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. കുറേ നാളായിട്ട് റൂമേഴ്സ് ഓൾറെഡി ലൈക്ക് ഒരു 90% കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു. ഇതിൽ വരൂ എന്നുള്ള മാത്രമേ ഉറപ്പില്ലാത്തുള്ളായിരുന്നു. വന്നു. ഒരു ചെറുതായിട്ട് ഒരു സെക്കൻഡത്തേക്ക് സ്പൂണിൻ്റെ റിഫ്ലക്ഷൻ അത് കാണിച്ചു, ദ ട്രൂ ഫോം. ആൻഡ് മെഫിസ്റ്റോ വന്നു എന്ന് കൺഫേംഡ് ആയതോടെ കുറേ കാര്യങ്ങൾ കൂടുതൽ കൺഫേംഡാണ്. ഗോസ്റ്റ് റൈഡർ, ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഗോസ്റ്റ് റൈഡർ ഇസ് കൺഫേംഡ്. ഗോസ്റ്റ് റൈഡർ ഇനി വരും. നമ്മളെ മാർവലിൻ്റെ ഗോസ്റ്റ് റൈഡർ വരും. ഇനി മെഫിസ്റ്റോ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഇനി വേണമെങ്കിലും വീണ്ടും സ്കാർലറ്റ് വിച്ച് കണക്റ്റഡ് ആവാം, ഡോക്ടർ സ്ട്രേഞ്ച് കണക്റ്റഡ് ആവാം. അങ്ങനെ ഇനി മാജിക് വേൾഡിലുള്ള കുറേ കാര്യങ്ങളൊക്കെ കണക്റ്റായി വരാം. അതല്ലാതെ മെഫിസ്റ്റോ ആസ് എ ക്യാരക്ടർ ഇനിയും കുറേ എക്സ്പ്ലോർ ചെയ്യാനിരിക്കുന്നു. ജസ്റ്റ് ഒരു ഗ്ലിംസ് ആണ്, കാരണം ഇറ്റ്സ് ജസ്റ്റ് എ ടീസർ. ഒരു സീരീസിൻ്റെ അവസാനത്തെ എപ്പിസോഡിലാണ് വന്നത്. സോ ലുക്കിംഗ് ഫോർവേഡ് ടു മോർ പ്രോജക്ട്സ്. ആൻഡ് മെയിൻലി അതിന് ശേഷമായിട്ട് പറയാനുള്ള അയൺ ഹാർട്ട് ഈസ് ഗോയിങ് ടു ബി ലൈക്ക് എൻ ആൻറ്റി ഹീറോ മേ ബി. അത് ഡിഫറെൻറ്റ് ഫ്രം കോമിക്സ്. കൊള്ളാം. ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഞാൻ സീരീസ് കാണാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള എക്സൈറ്റ്മെൻറ്റ് കാട്ടിയും കൂടുതൽ ഇപ്പോൾ ഉണ്ട്. തുടങ്ങാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് മാർവലിൻ്റെ എല്ലാം കാണണമല്ലോ, അതുകൊണ്ട് എല്ലാം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടേ. ബട്ട് കൂൾ, ബെറ്റർ, മച്ച് ബെറ്റർ ദാൻ ബ്ലാക്ക് പാന്തർ 2 അയൺ ഹാർട്ട്. കുറേ ദൂരം വന്ന് കുറേ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഉണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇതൊക്കെ തന്നെ കാര്യങ്ങൾ. ബൈ ബൈ.